അള്ളാഹു നമ്മുടെ നാട്ടിൽ വ്യത്യസ്ത പ്രദേശങ്ങളിൽ പ്രകൃതിപരമായ മഴ സംബന്ധമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കമൊക്കെ ഉൾപ്പെടുന്ന ദുരന്തങ്ങളിൽ പ്രയാസപ്പെടുന്ന മുഴുവൻ സഹോദരങ്ങളെയും അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അത്തരത്തിലുള്ള കടുത്ത മഴയിൽ നിന്നും വലിയ കാലാവസ്ഥാപരമായ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു നമ്മ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ തൗബയിലെ ഏറെക്കുറെ അവസാന ഭാഗത്തെ ഒരു സൂക്തമാണ് ഞാൻ പാരായണം ചെയ്തത്. അവല യറൗന അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ മറത്തൈൻ ഔ മറത്തൈൻ മറത്തൻ ഔ മറത്തൈൻ സുമ്മ ലാ യതൂബൂൻ വലാ ഹും യതക്കറൂൻ. അവല യറൗൻ, അവർ കാണുന്നില്ലേ, അന്നഹും യുഫ്തനൂന, അവര് പരീക്ഷിക്കപ്പെടുന്നത്, ഫീ കുല്ലി ആമിൻ, എല്ലാ കൊല്ലങ്ങളിലും എല്ലാ വർഷങ്ങളിലും അവരിങ്ങനെ പരീക്ഷിക്കപ്പെടുകയാണ്. മറത്തൻ ഔ മറത്തൈൻ, ഒരു വട്ടമോ രണ്ടു വട്ടമോ, എല്ലാ കൊല്ലവും അവരിങ്ങനെ പരീക്ഷിക്കപ്പെടുകയാണ്. സുമ്മ ലാ യതൂബൂൻ, പിന്നീട് അവരെന്തുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങുന്നില്ല. വലാ ഹും യതക്കറൂൻ, അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഉത്ബോധനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ആ ഓർമ്മകളുമായി, അള്ളാഹുവിലേക്കുള്ള ചിന്തകൾ ഓർമ്മകളുമായി അവരെന്തുകൊണ്ട് മടങ്ങുന്നില്ല. ഇത് മദീനയുടെ പശ്ചാത്തലത്തിൽ വിശ്വാസി സമൂഹം അനുഭവിച്ചിട്ടുള്ള ചില പ്രയാസങ്ങളെയും പരീക്ഷണങ്ങളെയും യുദ്ധ സംബന്ധിയ പ്രശ്നങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഇറങ്ങുന്നൊരു സൂക്തമാണ്. പക്ഷെ സൂക്തത്തിൻ്റെ ഒരു ആശയം നമുക്ക് ഇന്നും നമ്മുടെയൊക്കെ കേരളീയ അന്തരീക്ഷത്തിൽ വളരെ സാന്ദർഭികമായിട്ട് തോന്നുകയാണ്. എല്ലാ കൊല്ലവും ഒരു വട്ടമോ രണ്ടു വട്ടമോ വലിയ പ്രയാസം ഉണ്ടാവുക, ഇത് ഇപ്പോൾ നമ്മൾ കുറച്ച് കാലമായി അനുഭവിക്കുക. പ്രത്യേകിച്ചും കാലാവസ്ഥാപരമായ പ്രകൃതിപരമായ പ്രതിസന്ധികൾ. നമ്മുടെ നാട് കേരളം എന്ന് പറയുന്നത്, കേരളം എന്ന പദത്തിന് അർത്ഥം തന്നെ ഖൈറു അർളില്ല, ഭൂമിയിലെ തന്നെ അള്ളാഹുവിന്റെ ഏറ്റവും നല്ലൊരു മണ്ണാണ്, നല്ല പ്രദേശമാണ് കേരളം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ലോകത്തുള്ള ഏത് ജനവിഭാഗങ്ങളെക്കാൾ നല്ലൊരു നാട്, ഇന്ത്യയുടെ തന്നെ ഭാഗമാണ് കേരളമെങ്കിലും കേരളം മറ്റൊരു രാജ്യമാണ്. ഇന്ത്യയുടെ ഭാഗമാണ് കേരളം, പക്ഷെ കേരളം വേറൊരു കേരള മോഡൽ, ഒരു കേരള ഒരു മാതൃകയാണ്, എല്ലാ മേഖലയിലും മാതൃകയാണ്. പ്രത്യേകിച്ചും അതിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായ കിടപ്പ്, അതിൻ്റെ കാലാവസ്ഥാപരമായ സവിശേഷത, അതിൻ്റെ മഴ, അതിൻ്റെ വെയില്, ഭൂമിയുടെ ആ താളം എല്ലാം. വലിയൊരു തീരപ്രദേശമുണ്ട് കേരളത്തിന്. അങ്ങ് തിരുവനന്തപുരം തൊട്ട് തുടങ്ങിയാൽ കാസർഗോഡ് വരെ ഒരു തീരദേശത്തിൻ്റെ കടൽ സംവിധാനങ്ങളുടെ സപ്പോർട്ടുള്ള ഒരു തീരദേശ മേഖല, ഒരു വലിയ അർത്ഥത്തിൽ കേരളത്തിൻ്റെ ഒരു ഭാഗം മുഴുവൻ അങ്ങനെയാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കംപ്ലീറ്റ്, തിരുവനന്തപുരം, കൊല്ലം, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആലപ്പുഴ, ചേർത്തല, എങ്ങനെ പോന്നാൽ കൊച്ചി, മട്ടാഞ്ചേരി, അല്ലെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ കൊടുങ്ങല്ലൂര്, തൃശ്ശൂര്, വാടാനപ്പള്ളി, ചാവക്കാട്, പൊന്നാനി, തിരൂര്, താനൂര്, പരപ്പനങ്ങാടി, കോഴിക്കോട്, തലശ്ശേരി, കണ്ണൂര്, അങ്ങനെ കാസർഗോഡ് വരെ ഒരു കടലോര മേഖലയുടെ ഒരു തലവും. അതുപോലെ തന്നെ ഒരു സഹ്യപർവ്വത നിരകൾ എന്ന് പറയാവുന്ന, അപ്പൊ നമ്മുടെയൊക്കെ നാട് ശരിക്കും അത്ര ഒരു നാടാണ്, മലമേഖലകളിലെ ഒരു പ്രദേശം. ഈ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ടയൊക്കെ തുടങ്ങിയാൽ നമ്മുടെ പ്രദേശങ്ങളിലൂടെ തൃശ്ശൂർ, പാലക്കാട് വരെ ഉള്ള ഒരു വലിയ മലമേഖലകളും അങ്ങനെ തീരപ്രദേശങ്ങളും മലമ്പ്രദേശങ്ങളും അതിനിടയിൽ ഇടനാട്, അങ്ങനെ യഥാർത്ഥത്തിൽ ഈ രണ്ട് പ്രദേശങ്ങളാണ്, ഈ മൂന്ന് പ്രദേശങ്ങളായി വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ മലയോര മേഖലകളിലൊക്കെ കഴിഞ്ഞ കുറെ കാലമായി ഓരോ മഴക്കാലഘട്ടം വരുമ്പോഴും സത്യത്തിൽ വലിയൊരു ഭയമാണ്. നമ്മുടെയൊക്കെ കൊച്ചുപ്രായത്തിൽ ഒരുപാട് മഴക്കാലം വന്നിട്ട് മഴ പെയ്യുന്നുണ്ട്, ഇതിനേക്കാൾ മഴ പെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് നമ്മുടെ ഓർമ്മ. പക്ഷെ അന്നൊന്നും മഴക്കാലം ഒരു കൗതുകക്കാലമാണ്. വെള്ളം വരുന്നു, തോടുകൾ നിറയുന്നു, പാടങ്ങൾ നിറയുന്നു, കുളങ്ങൾ നിറയുന്നു, അത്രയൊക്കെയുള്ള ഒരു കൗതുക കാഴ്ചകൾ, മനോഹരമായ കാഴ്ചകൾ, രസകരമായ കാഴ്ചകളായിരുന്നു അന്നത്തെ മഴക്കാലം എന്ന് പറയുന്നത്. പക്ഷെ ഇന്നത്തെ മഴക്കാലം എന്ന് പറയുന്നത് ശരിക്കും പേടിയാവുകയാണ്, ആളുകൾ ഭയപ്പെടുകയാണ്. എല്ലാ കൊല്ലവും കഴിഞ്ഞ 2018 പ്രളയം, ഫ്ലഡ്, അത് വളരെ ഭീകരമായ അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. അന്നും ഒരു ഓഗസ്റ്റ് 15 ഈ ഏറെക്കുറെ ഈ സമയങ്ങളിലൊക്കെ ഒരാഴ്ചയോളം, ഒരു വെള്ളിയാഴ്ചയിൽ നിന്ന് അടുത്ത വെള്ളിയാഴ്ച വരെ ഒരു നീണ്ട മഴയായിരുന്നു. ശരിക്കും അന്നൊക്കെ നമ്മൾ വല്ലാതെ ഭയപ്പെട്ടിട്ടുണ്ട്. മഴ മതി, സത്യത്തിൽ അള്ളാഹുവിന്റെ സൈന്യങ്ങളാണ് ഈ മഴ എന്ന് പറയുന്നത്. എല്ലാം അള്ളാഹുവിന്റെ സൈന്യങ്ങളാണ്. മഴയും കാറ്റും ഇടിയും, മഴ, കാറ്റ്,
ഇങ്ങനെയുള്ള പ്രകൃതിയിലെ ഇത്തരം പ്രതിഭാസങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ പടച്ച റബ്ബിന്റെ സൈന്യങ്ങളാണ്. മനുഷ്യന് വ്യോമസേന, കരസേന, നാവികസേന, അങ്ങനെ ഒരുപാട് സേനകൾ രാജ്യങ്ങൾ ഉണ്ടാക്കി വെക്കാറുണ്ട്. പടച്ച റബ്ബിന് അത്ര ഒരുപാട് സേനാ വിഭാഗങ്ങൾ ആവശ്യമൊന്നുമില്ല. ഈ മഴ അള്ളാഹുവിന്റെ ഒരു സേനയാണ്. ഈ കാറ്റ് അള്ളാഹുവിന്റെ ഒരു സേനയാണ്. ഇടി, ഒരു ഇടി മതി. ഒരു ഇടി അങ്ങോട്ട് ബാധിച്ചു. അവർ വീടുകളിൽ അവരങ്ങോട്ട് മറിഞ്ഞു വീണു. ഒരു ഇടി മതി, ഒരു മിന്നല് മതി. വിശുദ്ധ ഖുർആനിൽ ആദ് സമൂഹത്തെ പറ്റി പറയുമ്പോഴൊക്കെ പറയുന്നത് അവർക്കെതിരെ അള്ളാഹു മഴയങ്ങോട്ട് പെയ്ച്ചു. 7 രാത്രി, 8 രാത്രി, 8 രാത്രി 7 പകൽ മഴയങ്ങോട്ട് പെയ്തതോടെ ആ ജനങ്ങൾ അങ്ങോട്ട് മറിഞ്ഞു വീണു. വലിയ മല്ലന്മാരായിരുന്നു ഈ ആദ് ജനത എന്ന് പറഞ്ഞ നമ്മുടെ മാതിരിയുള്ള മനുഷ്യരൊന്നുമല്ല. വലിയ പൊക്കവും വലിയ ശരീരവും വലിയ ശാരീരിക കരുത്തുള്ളവരായിരുന്നു. അവരതിന്റെ പേരിൽ അഹങ്കരിച്ചിരുന്നു. ഞങ്ങളുടെ ശക്തി, ഞങ്ങളുടെ കരുത്ത്, ഞങ്ങളെക്കാൾ വലിയവർ ആരുണ്ട് എന്ന് ചോദിച്ചവരായിരുന്നു അവര്. പക്ഷെ വലിയ മഴ അങ്ങോട്ട് പെയ്ത് 7 പകലും 8 രാത്രിയിലും നിരന്തരമായ മഴ പെയ്തതോടെ ആ ജനതയാണ് മറിഞ്ഞു വീണു. മറിഞ്ഞു കിടക്കണ കണ്ടാൽ വലിയ ഈത്തപ്പന തടികൾ അതങ്ങോട്ട് മറിഞ്ഞു കിടക്കണ മാതിരി, നമ്മുടെ കണ്ടാൽ തെങ്ങ് അങ്ങോട്ട് മറിഞ്ഞു വീഴൂല എന്ന് പറഞ്ഞാൽ ഈത്തപ്പന തടികൾ മറിഞ്ഞു കിടക്കുന്ന പോലെ വലിയ മനുഷ്യ തടികൾ അവർ മറിഞ്ഞു വീണു, ചത്തു വീണു, തകർന്നു പോയി. അതാണ് ആദ് ജനതയുടെ ദുരന്തം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അന്നൊരു പക്ഷേ ആ ഒരാഴ്ചത്തെ മഴ എങ്ങാനും 1 ദിവസം 2 ദിവസമോ കൂടി ഉണ്ടായിരുന്നെങ്കിൽ കേരളം തന്നെ മുങ്ങിയേനെ. കേരളത്തിലെ ഏതോ പ്രദേശമല്ല, കേരളം തന്നെ മുങ്ങിയേനെ. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, മഴ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും എല്ലാ കൊല്ലവും 2018-ലും 2019-ലും പിന്നീട് ഒരു പക്ഷെ എല്ലാ കൊല്ലവും ഇപ്പൊ ഇടുക്കി ജില്ലയിൽ പെട്ടിമടയിലും അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഭാഗത്ത്, കഴിഞ്ഞ വർഷം വയനാട് പ്രദേശങ്ങളിൽ, ഇങ്ങനെ ഓരോ പ്രദേശങ്ങളിലും ഉരുൾപൊട്ടൽ പോലുള്ള പ്രകൃതിയിലെ സാധാരണ മഴയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാ കൊല്ലവും മഴയോട് കൂടി ഇങ്ങനെയുള്ള വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥ കഴിഞ്ഞ കുറച്ചു കാലമായി നമ്മുടെ കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ആദ്യമായി പറയാനുള്ളത്, ഓരോ കൊല്ലവും 1-2 പ്രതിസന്ധികൾ നിങ്ങൾക്കെല്ലാവർക്കും വരുന്നുണ്ട്. അത് നിങ്ങൾ ഓർക്കുകയും അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും ദുആ ചെയ്യുകയും ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു ജീവിതം ഞാനും നിങ്ങളും എല്ലാം ഈ സന്ദർഭത്തിൽ ഉണ്ടാക്കണം. ഈ സന്ദർഭത്തിൽ അങ്ങനെ ഒരു നിലപാട് ഉണ്ടാകണം എന്നതാണ് ആദ്യമായി നമുക്ക് പറയാനുള്ളത്. നമ്മുടെ കൈകളിൽ നമ്മളുടെ കഴിവുകൾക്ക് അതീതമാണ് അള്ളാഹുവിന്റെ കഴിവ്. ചിലപ്പോഴൊക്കെ നമ്മുടെ ആളുകൾ പറയും, നാം അതിജീവിക്കും, നാം അതിജയിക്കും, കേരളം അതിജീവിക്കും, നമ്മുടെ നാട് അതിജീവിക്കും, അതിജയിക്കും, മറികടക്കും, കേരളം തോൽപ്പിക്കും, അങ്ങനെ പറയുമല്ലോ. അങ്ങനെയൊന്നും പറയണ്ട, അതൊക്കെ പറഞ്ഞോളൂ, അതൊക്കെ ഒരു ഭാഷയാണ്. പക്ഷെ ആ ഭാഷക്കപ്പുറം മനസ്സിലാക്കണം, നമ്മുടെ കഴിവുകൾക്കെല്ലാം അപ്പുറമാണ് അള്ളാഹുവിന്റെ കഴിവ്. പടച്ച റബ്ബിന്റെ ഒരു മഴ, പടച്ച റബ്ബിന്റെ ഒരു ശിക്ഷ. നമ്മുടെ ഭാഗത്ത് നിന്നൊരു പരീക്ഷണം വന്നാൽ, ഒരു പ്രയാസം വന്നാൽ, നിങ്ങൾ യഥാർത്ഥത്തിൽ അതിലൂടെ നിങ്ങൾ അള്ളാഹുവിൽ കീഴടങ്ങി ജീവിക്കുക. പടച്ച റബ്ബേ, ഞങ്ങൾ ദുർബലരാണ്, അള്ളാഹുവെ ഞങ്ങൾ നിസ്സഹായരാണ്, അതുകൊണ്ട് അള്ളാഹുവെ ഞങ്ങളുടെ അമിതത്വങ്ങൾ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ പാപങ്ങൾ, പിഴവുകൾ തിരുത്താൻ, അങ്ങനെ ഒരു പുതിയ ജീവിതം നയിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുക എന്നതാണ് ഇത്തരം പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത്. തൗബയുടെ മനസ്സ്, ഇസ്തിഗ്ഫാറിന്റെ മനസ്സ്, അള്ളാഹുവിന് മുമ്പിൽ സ്വന്തം പാപങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുക എന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം സന്ദർഭങ്ങൾ നാം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറുപടി. തൗബയാണ് വേണ്ടത്. തൗബ ചോദിക്കണം. അള്ളാഹുവിനെ കുറിച്ച് ഓർക്കണം. പടച്ച റബ്ബിന്റെ തീരുമാനം ഇതെങ്ങനെയോ അറിയാതെ മൺസൂൺ വൈകി വന്നു, അല്ലെങ്കിൽ മൺസൂൺ നേരത്തെ വന്നു, മൺസൂൺ മാറി വന്നു, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാലാവസ്ഥ പ്രവചകരുടെ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും. ഈ മഴയുടെ കാരണം എന്താണ് എന്നതിന് അവരുടേതായ ഒരുപാട് ന്യായങ്ങളും കാരണങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ശരിയായിരിക്കും. പക്ഷെ കാരണങ്ങൾക്കപ്പുറം, എല്ലാ കാരണങ്ങൾക്കപ്പുറം അള്ളാഹുവിന്റെ തീരുമാനമാണ്. പടച്ച റബ്ബിന്റെ തീരുമാനത്തിൽ നിന്നാണ് ഇവിടെ ഒരു ഇല പൊഴിയുന്നുണ്ടെങ്കിൽ ആ ഇല പൊഴിയുന്നത് പോലും പടച്ച റബ്ബിന്റെ തീരുമാനം കൊണ്ടാണ്. അല്ലാതെ നമ്മൾ എന്തോ ഒരു പ്രകൃതിയുടെ അക്കാരണം കൊണ്ട് ഇക്കാരണം കൊണ്ട് എന്നൊന്നും പറഞ്ഞുകൊണ്ട്
നമ്മൾ പ്രത്യക്ഷ ഭൗതിക കാരണങ്ങൾ മാത്രം കണ്ടാൽ പോരാ. ഇത്തരം കാര്യങ്ങൾക്ക് പിന്നിലെല്ലാം അള്ളാഹുവിൻ്റെ കരങ്ങളുണ്ട്, അള്ളാഹുവിൻ്റെ തീരുമാനമുണ്ട്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ആദ്യം വേണ്ടത് നമ്മുടെയൊക്കെ മനസ്സുകൾ അള്ളാഹുവിലേക്ക് തിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഴ കണ്ടാൽ തന്നെ ഭയപ്പെടുമായിരുന്നു. തഗയ്യറ വജ്ഹുഹു, പ്രവാചകന്റെ മുഖം ചുവക്കുമായിരുന്നു. പ്രവാചകൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പഴയ സിനിമയിലൊക്കെ നാടകത്തിലൊക്കെ നായകന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണ മാതിരി ഈ മഴയൊക്കെ പെയ്യുമ്പോൾ വലിയ പ്രകൃതി പ്രതിഭാസമുള്ള റസൂൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, മുഖം വിവരണമാകും. പ്രവാചകൻ വല്ലാതെ ഭയപ്പെടുമായിരുന്നു. കാരണം ഈ മഴ എന്ന് പറയുന്നത് അത് അള്ളാഹുവിൻ്റെ സൈന്യമാണ്. അനുഗ്രഹത്തിന്റെ മഴയുമുണ്ട്, ശിക്ഷയുടെ മഴയുമുണ്ട്. അനുഗ്രഹത്തിന്റെ മഴയുമുണ്ട്, ശിക്ഷയുടെ മഴയുമുണ്ട്. വിശുദ്ധ ഖുർആൻ അങ്ങനെ രണ്ട് മഴകളെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ സന്ദർഭത്തിൽ ഇത്തരം പ്രകൃതിയിലെ ദുരന്തങ്ങൾ നടക്കുന്നൊരവസ്ഥ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് കാലമായി ഉണ്ടായി വരികയാണ്. അൽഹംദുലില്ലാഹ് ഈ സന്ദർഭത്തിൽ ചെയ്യേണ്ടത് ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രാർത്ഥനയാണ്, ദുആയാണ്, ഇസ്തിഗ്ഫാറാണ്, തൗബയാണ്, ഇസ്തിഗ്ഫാറാണ്. അല്ലാഹുവിന് മുമ്പിൽ വലാകിൻ ഖസത് ഖുലൂബുഹും, ഖുർആൻ പറയുന്നത് പലപ്പോഴും ഇങ്ങനെ വരുമ്പോൾ പല ആളുകളുടെ അഹങ്കാരം കൂട്ടുവെന്നാ, മനസ്സ് കൂടുതൽ കഠിനമാവുമെന്നാ. കേരളത്തിൽ പോലും ഈ 2018 ഫ്ലഡ്, 19 ഫ്ലഡ്, പിന്നീട് വന്ന കൊറോണ, ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൂടിയത് തഖ്വയല്ല, ഇസ്തിഗ്ഫാറല്ല. വലാകിൻ ഖസത്, അവരുടെ ഹൃദയം കൂടുതൽ ശരിക്കും കേരളത്തിൽ യുക്തിവാദ, നിരീശ്വരവാദ, പടച്ചോനെ പരിഹസിക്കുന്ന, അള്ളാഹു മഴ പെയ്യിക്കുന്ന അള്ളാഹുവിനെ പരിഹസിക്കുന്ന, അങ്ങനെ അള്ളാഹുവിനെയും പ്രവാചകനെയും പരിഹസിക്കുന്ന, അതുപോലെ നിരീശ്വര നിർമ്മതവാദങ്ങൾ കൂടുതൽ ഉയർന്നു വരുന്ന, എന്ത് പടച്ചോൻ, എവിടത്തെ പടച്ചോൻ, ആരെ പടച്ചോൻ, ഈ മഴ പെയ്യിക്കുന്ന പടച്ചോനല്ലേ, പിന്നെ ആ പടച്ചോൻ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം, ഇങ്ങനത്തെ കൊച്ചു കൊച്ചു യുക്തിബോധങ്ങളുടെ, നിരീശ്വരവാദങ്ങളുടെ പടച്ചോനെ പരിഹസിക്കുന്ന ഒരു സംസ്കാരം പിന്നീട് ശരിക്കും വളർന്നു വന്നത്. സോഷ്യൽ മീഡിയ കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ പുതിയ തലമുറയൊക്കെ ഏറ്റവും സ്വാധീനിച്ചത് യുക്തിവാദ ചിന്തകളാണ്. പഴയ യുക്തിവാദം, പുതിയ യുക്തിവാദം. ആ യുക്തിവാദം എന്ന് പറയുന്നത് ദൈവത്തെ പരിഹസിക്കുന്ന യുക്തിവാദം. അതിൻ്റെ തന്നെ പ്രത്യേകിച്ചും ഇസ്ലാമിക വിശ്വാസത്തെയും ഇസ്ലാമിക പ്രമാണങ്ങളെയും ടാർഗറ്റ് ചെയ്യുന്ന നവ യുക്തിവാദ, നവനിരീശ്വരവാദികൾ ഏറ്റവും ശക്തിപ്പെട്ടത് ഈ കൊറോണ കാലഘട്ടത്തിന് ശേഷം. അതുകൊണ്ട് ഖുർആൻ പറയുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന് പ്രതിസന്ധികളും പ്രയാസങ്ങളും വന്നപ്പോൾ ശരിക്കും മനുഷ്യന്മാര് അള്ളാഹുവിലേക്ക് അടുക്കുകയും കൂടുതൽ ഭയഭക്തി, എന്ന് പറഞ്ഞാൽ പശുവിനൊക്കെ ഇങ്ങനെ നമ്മൾ കറക്കുക എന്ന് പറയില്ല, പശുവിന്റെ പാല് ഇങ്ങനെ കറന്നെടുക്കും. അങ്ങനെ പശുവിനെ പാല് കറന്നെടുക്കുമ്പോൾ ആ കറന്നെടുക്കുമ്പോൾ പശു നിന്നും ഒരു ഒതുങ്ങിത്തരും. ആ ഒതുങ്ങിത്തരും തല്ലറ എന്ന് പറയുന്നത്. പശു അതിന്റെ അകിടിൽ നിന്ന് ഇങ്ങനെ പാല് കറക്കുമ്പോൾ പശു ഇങ്ങനെ നിന്ന് തരും. അപ്പോഴാണ്, അല്ല പശു കാലും കൈയിട്ട് അടിക്കുന്ന പശുവിനെ കറക്കാൻ കഴിയില്ല. പശു ഇങ്ങനെ കറന്നു തരും. അല്ല, കറക്കുന്ന സന്ദർഭത്തിൽ പശു ഇങ്ങനെ നിന്ന് അച്ചടക്കത്തോടെ നിൽക്കുന്ന തല്ലറ എന്ന് പറയുന്നത്. ഒരു വിശ്വാസി ഇത്തരം പരീക്ഷണങ്ങളും പ്രയാസങ്ങളും കാണുമ്പോൾ അവന്റെ അഹങ്കാരം, അവന്റെ വലിയ വലിയ വാക്കുകൾ, സംസാരങ്ങൾ, ധൂർത്ത്, ദുർവ്യയം, അവൻ്റെതായ തിന്മകൾ, വ്യഭിചാരം, മദ്യപാനം, ഇങ്ങനെ തുടർന്ന് തിന്മകൾ അവസാനിപ്പിക്കുകയും ഒരു വല്ലാത്ത ഭയവും പേടിയും ഒക്കെ അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നതാണ് ശരിക്കും വേണ്ടത്. പക്ഷേ അവർക്ക് ഒരുപാട് ആളുകളുടെ മനസ്സുകൾ കഠിനമാവുക ചെയ്തത്. ഇന്ന് ശരിക്കും നമ്മുടെയൊക്കെ നാട്ടിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. മനുഷ്യന് അഹങ്കാരം കൂടിയത്, മനുഷ്യന് നിരീശ്വരത്വം കൂടിയത്, ദൈവത്തെ പരിഹസിക്കുന്നത് കൂടുതൽ, അഹങ്കാര ജീവിതം. അന്ന് മദ്യപിക്കലായി, ആസ്വദിക്കുക എന്ന അർത്ഥത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന അവസ്ഥ നമുക്ക് യഥാർത്ഥത്തിൽ ഈ ഫ്ലഡിന്റെയും കൊറോണയുടെയൊക്കെ കാലഘട്ടത്തിന് ശേഷം പോലും നമ്മുടെയൊക്കെ നാട്ടിൽ നാം കാണുകയുണ്ടായി. അതേസമയം മറുപക്ഷം അല്ലാത്ത ഒരു ജനസേവന കാരുണ്യത്തിന്റെ ഒരു മഹാപ്രളയം, അതും ഇവിടെ പഠിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഞാൻ അത്തരം ചില കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വർഷമൊക്കെ ഏറ്റവും കൂടുതൽ പ്രകൃതി ഈ പ്രയാസം ഉണ്ടായ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഈരാറ്റുപേട്ട, പാല, അതുപോലെ ഇപ്പൊ ചെങ്ങന്നൂര്, ഇപ്പൊ പത്തനംതിട്ട ജില്ല പ്രദേശങ്ങൾ, അത്തരം ഏതെങ്കിലും പ്രദേശത്ത് ഉണ്ടാവണം. നമ്മൾ ആ സേഫ് സോണെന്ന് ആരും വിചാരിക്കണ്ട. നേരത്തെ സംഭവിച്ച പ്രദേശങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമുക്കറിയുന്നത് പോലെ ഇടുക്കിയിൽ സംഭവിച്ചു, വയനാട് സംഭവിച്ചു, അതുപോലെ നിലമ്പൂർ പോലെ മലപ്പുറത്തിന്റെ മലയോര പ്രദേശങ്ങളിൽ സംഭവിച്ചു. ഓരോ പ്രദേശം. അപ്പൊ ആരും വിചാരിക്കരുത് ഇത് ഇടുക്കിയിലെ സംഭവിക്കൂ, ഇത് വയനാട്ടിൽ സംഭവിക്കൂ എന്നൊന്നും ആരും വിചാരിക്കണ്ട. ഈ ഈരാറ്റുപേട്ടയെ സംബന്ധിച്ച് പറഞ്ഞാൽ അങ്ങനെ ഈരാറ്റുപേട്ടിന്റെ അടുത്ത കാലഘട്ടങ്ങളിലൊന്നും ഇങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടേ ഇല്ല. 2018 19 വെള്ളം പൊങ്ങിയെങ്കിലും ഇങ്ങനെയൊന്നും വെള്ളം പൊങ്ങിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആ പ്രദേശത്തെ സംബന്ധിച്ച് 1950 ശേഷം 1950 അന്ന് എന്തോ നടന്നു എന്ന്, അന്നൊക്കെ പണ്ട് പഴയ വെള്ളപ്പൊക്കത്തെ പറ്റി പറച്ചിൽ മാത്രമാണല്ലോ. അതിനുശേഷം പിന്നീട് ഇത്ര പ്രയാസം ആ നാട്ടുകാർക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പോഴാണ് അവർക്ക് വലിയ പ്രയാസം ഉണ്ടായത്. ഉണ്ടായിന്ന് മാത്രമല്ല, വളരെ പെട്ടെന്ന്
ഒരു 4-5 മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് വെള്ളം കയറിയതോടുകൂടി ആ നാട് മുഴുവൻ വെള്ളത്തിൽ പെട്ടു എന്നുള്ള. ശരിക്ക് ഈരാറ്റുപേട്ട ടൗണിലെ മുഴുവൻ കടകൾ, 400ഓളം കടകൾ, കോടിക്കണക്കിന് രൂപയാണ് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഓണവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് വസ്തുവകകൾ ഇറക്കി വെച്ച കടകളും ഷോപ്പുകളൊക്കെ മുങ്ങിപ്പോയി, എല്ലാം നഷ്ടപ്പെട്ടു പോയി. സത്യത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിലേക്ക് വെള്ളം വരുമ്പോൾ വെള്ള കാഴ്ചകൾ TV-യിലൂടെ മൊബൈലിൽ കാണാൻ നല്ല രസമാണ്. പക്ഷെ നമ്മുടെ വീട്ടിലേക്ക് വെള്ളം വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം കെട്ടിപ്പടുത്ത മുഴുവൻ സമ്പാദ്യങ്ങളും ഒക്കെ വെള്ളത്തിൽ ഒലിച്ചു പോകുന്ന കാണുമ്പോൾ ഹൃദയം പൊട്ടിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവും. ഈരാറ്റുപേട്ട ടൗണിലെ മിക്കവാറും കടകൾ, ഷോപ്പുകൾ വലിയ പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുകയാണ്. എന്താ ചെയ്യുക? അവർക്ക് എങ്ങനെ മറികടക്കാൻ കഴിയുക? കോടിക്കണക്കിന് രൂപ അവരുടെ സമ്പാദ്യം, ജീവിത സമ്പാദ്യം മുഴുവൻ ഇൻവെസ്റ്റ്മെന്റുകളാണ് ആ മുഴുവൻ ഒരൊറ്റ ദിവസത്തെ മഴയിൽ ഒലിച്ചു പോയത്. ഈരാറ്റുപേട്ട നാടിന് സത്യത്തിൽ കുറെ നന്മകളുണ്ട് കേട്ടോ. ഒരു വല്ലാത്ത നാടാണ്. അതിൽ ഒരു നന്മ എന്ന് പറഞ്ഞാൽ എപ്പോഴും പറയും, സുബഹി ഞാൻ പലപ്പോഴും കേരളത്തിൽ സഞ്ചരിക്കുമ്പോഴൊക്കെ ഈ ഈരാറ്റുപേട്ടൊക്കെ ചെന്ന് സുബഹി നിസ്കരിക്കാൻ ചെന്ന പള്ളി ചെന്ന ഒരു ജുമാക്ക് പോയാൽ ആ നാട്ടിൽ എല്ലാവരും തന്നെ പള്ളിയിൽ ഉണ്ടാവും. അങ്ങനെ നല്ലൊരു ജമാഅത്ത് നമസ്കാരങ്ങളുള്ള സുബഹി വളരെ സജീവമായ നാടാണ്. സുബഹി നമസ്കാരത്തിൽ ഇപ്പം മലപ്പുറം ജില്ലയിൽ വലിയ എന്താ പറയുക മതസംഘടനകളും ഒരുപാട് സമസ്ത, AP, EK, മുജ ഇങ്ങനെ എല്ലാവരും ഉള്ള സ്ഥലക്കാണെങ്കിലും അവിടുത്തെ പല പള്ളിയിലൊക്കെ ചെന്നാൽ പുതിയ തലമുറ അവിടെ ഉണ്ടാവില്ല. അവർ വേറെ ലെവല്ല. അവർ ആഘോഷത്തിമിർപ്പിൽ ഇങ്ങനെ പോയപ്പോൾ പലപ്പോഴും സുബഹിക്കൊക്കെ ചെന്ന് നിങ്ങൾക്ക് കുറെ കാരണവന്മാരല്ലാതെ പുതിയ തലമുറ അവിടെ കാണാൻ കഴിയില്ല. അതേസമയം നിങ്ങൾ ഈരാറ്റുപേട്ടയ്ക്ക് ചെല്ലുമ്പോൾ പലപ്പോഴും കാണുന്നത് ഒരു നിസ്കാര പള്ളിയിൽ പോയി നമസ്കരിച്ച് സ്ഥലം വീട്ടിൽ നോക്കുമ്പോൾ തന്നെ ആ നിസ്കാര പള്ളിയിൽ അങ്ങനെ ഒരു സുബഹിക്ക് സജീവമാകുന്ന ഒരു സംഭവം. ഉടൻ നേരെ പോയി ഒരു ചായക്കടയിൽ ചായ കുടിച്ച പിന്നെ കേരളത്തിലെ എല്ലാ ഭാഗത്തേക്കും പറന്നു പോകുന്ന പക്ഷിക്കൂട്ടങ്ങൾ. രാവിലെ പറന്ന് അങ്ങനെ പല ജാതി കച്ചവടം ചെയ്യാൻ വേണ്ടി, വ്യാപാരത്തിന് വേണ്ടി രാവിലെ അങ്ങോട്ട് പറന്നു പോകുന്ന സുബഹിയോടുകൂടി അങ്ങനത്തെ ഒരു സമൂഹം. എന്ന് മാത്രമല്ല, ഇതുപോലെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവിടെ ആദ്യം ഓടിയെത്തുന്ന ആളുകളാണ് ഈ ഈരാറ്റുപേട്ടക്കാർ. ചെങ്ങന്നൂരും അപ്പുറത്തൊക്കെ പന്തളത്തൊക്കെ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു നല്ല വളണ്ടിയർ സമൂഹം, വളരെയേറെ എല്ലാ വിഭാഗം മുസ്ലിം സംഘടനകളും സജീവമായി ഉണ്ട് എന്ന് മാത്രം നല്ലൊരു ഐക്യമുള്ള നാട് കൂടിയാണ്. അങ്ങനെയൊക്കെ ഒരുപാട് നന്മകളുള്ള നാടാണ്. അതുകൊണ്ട് ആ പ്രദേശത്ത് ഇങ്ങനെ ഏത് പ്രകൃതി ദുരന്ത പ്രതിഭാസം എവിടെ ഉണ്ടായാലും ഏറ്റവും കൂടുതൽ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുന്ന, ഏറ്റവും കൂടുതൽ വളണ്ടിയേഴ്സ് ടീമുള്ള അവിടുത്തെ ചെറുപ്പക്കാർ, യുവാക്കൾ, എല്ലാ വിഭാഗം സംഘടനകളും കൂടി ഒരുമിച്ച് ചേർന്ന് ഇത്തരം കാര്യങ്ങൾക്ക് പോകുന്ന ഒരു സമൂഹമാണ് ഈരാറ്റുപേട്ടക്കാർ. പക്ഷെ അവർക്കിടയ്ക്ക് ഇപ്പോൾ ഒരു പരീക്ഷണം വന്നിരിക്കുകയാണ്. ഞാൻ പറയുന്നത് ആർക്കും ഇന്നല്ലെങ്കിൽ നാളെ ഒരു പക്ഷെ നമ്മുടെയൊക്കെ നാട്ടിലും ആർക്കും ഇത്തരം പരീക്ഷണങ്ങൾ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് എപ്പോഴും ഇത്തരം സന്ദർഭങ്ങളിൽ പരീക്ഷണങ്ങളും പ്രയാസങ്ങളൊക്കെ എപ്പോഴും വരാം എന്ന ചിന്തയോടുകൂടി ജീവിക്കാം. ജീവിതത്തിൽ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ പ്രാർത്ഥിക്കാം. ഇപ്പൊ മഴ പോലും ഇങ്ങനെ അവധി കാണുമ്പോൾ ഒരു അവധി ഉണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കുന്ന കളക്ടർ ഫേസ്ബുക്ക് പേജിൽ നോക്കിക്കൊണ്ട് അങ്ങനെ ഒരു അത്തരം ചർച്ചകൾക്കപ്പുറം ആദ്യമായി ഒരു മഴ അതിൻ്റെ ഒരു നോർമൽ അവസ്ഥ കഴിഞ്ഞാൽ മഴ ശക്തിപ്പെടുമ്പോൾ ആദ്യം പ്രാർത്ഥിക്കാൻ പഠിക്കുക. ആ പ്രാർത്ഥനകൾ പഠിക്കുക. അല്ലാഹുമ്മ ഹവാലൈനാ ലാ അലൈനാ അല്ലാഹുമ്മ അലൽ അഖാം വദുറൂ വബുത്തൂനിൽ ഔദിയ വമനാബിത്തി ഷജർ. അല്ലാഹുവേ മഴ ഞങ്ങൾക്ക് മതി പടച്ചോനെ. അല്ലാഹുമ്മ ഹവാലൈന ഞങ്ങളുടെ ചുറ്റുവട്ടങ്ങളിലേക്ക് ഇവിടെ പോണ്ട, ദൂരത്തേക്ക് മഴ കൊണ്ടുപോടച്ചോനെ. ഇവിടെ മഴ പെയ്യിക്കല തമ്മിൽ ദൂരത്തേക്ക് കൊണ്ടുപോടച്ചോനെ. എന്നിട്ട് ആ പറയുന്ന പ്രാർത്ഥന പോലും എത്ര പരിസ്ഥിതി പ്രധാനം ആലോചിക്കുക. ഒരു പ്രാർത്ഥനയാണ്. പക്ഷെ ആ പ്രാർത്ഥനയിൽ പോലും അള്ളാഹുവിന്റെ റസൂൽ നടത്തുന്ന പ്രാർത്ഥന പോലും സൂക്ഷ്മമായി പരിശോധിച്ചാൽ 1500 വർഷം മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ പോലും ഒരു പരിസ്ഥിതി പ്രധാനം എന്ന് പറഞ്ഞാൽ മഴ ഞങ്ങളുടെ ചുറ്റുവട്ടത്തിൽ പെയ്യേണ്ട, മഴ മലകളിൽ പെയ്യട്ടെ, മരങ്ങളൊക്കെ ഉള്ള വനംപ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകും എന്ന് പറയാം. വനംപ്രദേശങ്ങളിൽ, മലകളിൽ, അവിടങ്ങളിലൊക്കെ ഇപ്പൊ ഇടുക്കി ജില്ലയിലൊക്കെ മഴ പെയ്താൽ മഴ വെറുതല്ല, മഴ അവിടെ കെട്ടിക്കിടും. അവിടുത്തെ മലകളിൽ മഴ സ്റ്റോർ ചെയ്യണം. ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കാം. ഇവിടെ മഴ പെയ്യണ കാര്യമല്ല, ആലപ്പുഴയിൽ മഴ പെയ്തുപോലെയല്ല ഇടുക്കിയിൽ മഴ പെയ്യുന്നത്. ആ ഇടുക്കിയിൽ പെയ്യുന്ന മഴ വലിയ മലകളുണ്ട്, വലിയ കുന്നുകളുണ്ട്, വലിയ പാറക്കെട്ടുകളുണ്ട്. ഇതൊക്കെ ശരിക്കും സ്റ്റോറേജാ, ശരിക്കും വെയർഹൗസുകളാ, വെള്ളത്തിന്റെ വെയർഹൗസുകൾ. വെള്ളം മുഴുവൻ ആ വെള്ളം സമാഹരിക്കാൻ അവിടുത്തെ കുളങ്ങൾ, തോടുകൾ, ഒരുപക്ഷെ ഈ അണക്കെട്ട് പോലും, ഈ കേരളത്തിന്റെ ഈ പച്ചപ്പ്, ഈ കേരളത്തിന്റെ പെരിയാറ്, ഈ കേരളത്തിനുണ്ടാവുന്ന ഇതിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടുക്കി ജില്ലയുടെ ഈ മല സമ്പത്താ. ആ മല എന്ന് പറയുന്നത് അവിടെ വെള്ളസമ്പത്താ. ആ ജലം പിന്നീട് കെട്ടിക്കിടക്കുന്ന വെള്ളം വെയിൽ ചൂടുകാലം വരുമ്പോൾ പോലും നിങ്ങൾ ആലോചിക്കുക. യഥാർത്ഥത്തില്
ഡിസംബർ കഴിഞ്ഞ് ജനുവരി ഫെബ്രുവരി മാർച്ചൊക്കെ നല്ല ചൂട് സന്ദർഭത്തിലും നിങ്ങൾക്ക് പെരിയാർ ചെന്നാൽ വെള്ളമുണ്ട്. എന്തുകൊണ്ടാണ് അവിടെ വെള്ളം ഉണ്ടാവുന്നത്? നിങ്ങൾ ഭൂതത്താൻ കെട്ടി നോക്കൂ. നിങ്ങൾക്ക് മാർച്ചിലോ ഫെബ്രുവരിയിലോ വെച്ചാൽ അവിടെ വെള്ളം നിറഞ്ഞു നിൽക്കാൻ എങ്ങനെയാ ഈ ഫെബ്രുവരി മാർച്ചിലൊക്കെ ഈ ഭൂതത്താൻ കെട്ട് വെള്ളം ഉണ്ടാവുന്നത്? അതാണ് മലകളിൽ പെയ്യുന്നതിന്റെ, ഹൈ റേഞ്ചുകളിൽ പെയ്യുന്നതിന്റെ, അതിന്റെ വലിയ മലകളിലൂടെ അള്ളാഹു വെള്ളം സ്റ്റോർ ചെയ്യുന്നതിന്റെ. എന്നിട്ട് മഞ്ഞുരുങ്ങുമ്പോൾ വെയിൽ വരുമ്പോൾ അതിലൂടെ ഭൂഗർഭജലം ഒഴുകി അപ്പോഴും എത്തുന്ന, അങ്ങനെ മഴകൾ പെയ്യുമ്പോൾ, മഴകൾ കൂടുമ്പോൾ അള്ളാഹുവെ മഴകൾ ഞങ്ങളുടെ പ്രദേശത്തുനിന്ന്, ഗ്രാമീണ പ്രദേശത്തുനിന്ന്, ഞങ്ങൾ ജീവിക്കുന്ന പ്രദേശത്തുനിന്നും മനുഷ്യവാസമില്ലാത്ത, ജനവാസമില്ലാത്ത മലകളിലേക്ക് കൊണ്ടുപോകൂ, വൃക്ഷങ്ങളിലെ ചെറുകളിലേക്ക് കൊണ്ടുപോകൂ, വലിയ വലിയ മൊട്ടക്കുന്നിലേക്ക് കൊണ്ടുപോകൂ മഴ എന്ന് പ്രാർത്ഥന പോലും എത്ര അർത്ഥവത്താണ്. മുത്തിർനാ ബിഫദ്ലില്ലാഹി ബിറഹ്മത്തി, അല്ലാഹുവേ ഞങ്ങൾക്ക് മഴ പെയ്ത് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ആ മഴയുടെ പോലും അള്ളാഹുവിന്റെ അനുഗ്രഹമാണെന്ന് പ്രാർത്ഥിക്കുന്ന രീതി. ഇങ്ങനെ ഒരു പ്രാർത്ഥനാ സംസ്കാരം ആദ്യം ഉണ്ടാക്കണം. രണ്ടാമത്തേത്, ഒരുപക്ഷെ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത് ഭാഗം എന്ന് പറയുന്നത്, ഒരു ദുരന്ത ഭൂമി, ഒരു പ്രകൃതി പ്രതിഭാസം ഉണ്ടാകുമ്പോൾ അവിടെ എത്തി സഹായിക്കുന്ന ഒരു മനസ്സ്, ഒരു സഹായ, ഒരു തരത്തിലുള്ള എന്താ പറയുക, കാരുണ്യ പ്രവർത്തനങ്ങൾ, സേവന പ്രവർത്തനങ്ങളുടെ ഒരു വളണ്ടിയർ സംസ്കാരം. അതും കേരളത്തിൽ അൽഹംദുലില്ലാ വളരെ മനോഹരമായി ഇപ്പോൾ കേരളീയ സമൂഹം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം സമൂഹം, മുസ്ലിം യുവാക്കൾ, മുസ്ലിം സംഘടനകൾ. ഇപ്പോൾ തന്നെ ഈരാറ്റുപേട്ട നോക്ക്, ഈ പ്രകൃതി പ്രതിഭാസം ഉണ്ടായ കാലം 2018 മുതൽ 19 മുതൽ ഈ വർഷങ്ങളിൽ വരെ ഈ കേരളത്തിൽ ഏത് പ്രകൃതി പ്രതിഭാസവും ദുരന്തം ഉണ്ടാകുമ്പോൾ അവിടെ ഓടിയെത്തുന്ന ഒരു നല്ല ചെറുപ്പക്കാർ, ഒരു നല്ല വളണ്ടിയേഴ്സ് ടീം, അതേപോലുള്ള സന്നദ്ധ സംഘടനകൾ, അതൊന്ന് വളരെ സമ്പന്ന. അതിൽ ഏറ്റവും മുന്നിൽ മുസ്ലിം സമൂഹം. അത് വളരെ അഭിമാനപൂർവ്വം പറയണം. ഞാൻ കഴിഞ്ഞ ദിവസം വയനാട് പോയിരുന്നു. വയനാട് പോയത് തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ അവിടെ ഉണ്ടായ ഈ പ്രകൃതി ദുരന്തങ്ങളിൽ പ്രയാസപ്പെട്ട് ഒരുപാട് ആളുകൾ വീട് നഷ്ടപ്പെട്ടു. ആ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് നമ്മുടെ ഈ പീസ് വാലിയുമായി ബന്ധപ്പെട്ട അതിന്റെ സഹകാരികളൊക്കെ ചേർന്നുകൊണ്ട് കുറച്ച് വീടുകൾ പണിയുന്നുണ്ട്. അപ്പൊ ആ വീടുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കാണാൻ വേണ്ടി പോയിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു മീറ്റിങ്ങിന് പോയിരുന്നു. അവിടെ ചെന്നപ്പോൾ ഗവൺമെന്റ് നൽകിയ വീടുകൾ ഒരു ഭാഗത്തുണ്ട്. ഗവൺമെന്റിന്റെ ഭാഗമായി, ടൗൺഷിപ്പിന്റെ ഭാഗമായി കൽപ്പറ്റ ടൗണിൽ ഗവൺമെന്റ് മുൻകൈ എടുത്തുണ്ടാക്കിയ ഒരുപാട് വീടുകൾ അൽഹംദുലില്ലാ വളരെ മനോഹരമാണ്. പിന്നീട് പലയിടത്ത് ചെന്ന് നോക്കിയപ്പോൾ ഞാനൊരു അഭിമാനപൂർവ്വം പറയാം, ജമിയത്തുൽ ഉലമായ ഹിന്ദ് ഉണ്ടാക്കിയ വീടുകളുണ്ട്, മുസ്ലിം ലീഗിന്റെ വീടുകളുണ്ട്. 50 വീടുണ്ട്, ബാക്കി 50 വീട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ജമാഅത്ത് ഇസ്ലാമിയുടെ കീഴിൽ പീപ്പിൾ ഫൗണ്ടേഷൻ അവരുണ്ടാക്കിയ വീടുകളുണ്ട്, KNM ഉണ്ടാക്കിയ വീടുകളുണ്ട്, സമസ്ത ഉണ്ടാക്കിയ വീടുകളുണ്ട്. ഞാൻ പറയുന്നത് മുസ്ലിം സംഘടനകൾ അവരുണ്ടാക്കിയ ഇത്തരം പുനരധിവാസ പ്രക്രിയകൾ ധാരാളമുണ്ട്. ബാക്കി ഇവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വായ തുറന്ന് സ്വന്തം നാക്കിനെ തന്നെ വിസർജനാവയമാക്കി രാവിലെ തൊട്ട് വായിൽ നിന്ന് ഇങ്ങനെ തുളുമ്പ് തെറിപ്പിക്കുന്ന ഒരുപാട് ജാതി സംഘടനകളൊക്കെ ഉണ്ട്. ഒന്ന് ചെന്ന് നോക്കുക അവിടേക്ക് എത്ര പങ്കാളിത്തം ഉണ്ട് എന്ന്. ഈ തീവ്രവാദി, ഭീകരവാദി എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്ന ഒരു സമുദായം മനുഷ്യ സേവനത്തിൽ, മനുഷ്യ കാരുണ്യത്തിൽ, മനുഷ്യ സഹായത്തിൽ വളരെ മുമ്പന്തിൽ നിൽക്കുന്ന ഒരു കാഴ്ച കേരളത്തിൽ നമുക്ക് നന്നായി കാണാൻ കഴിയും. ഞാനിത് ഏതോ ഒരു സമുദായത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനല്ല. അൽഹംദുലില്ലാ നമ്മുടെ സമുദായം ആ വിഷയത്തിൽ അത് വളരെ വലിയൊരു യോഗ്യതയാണ്. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ മദീനത്തിൽ വലിയ ഒരു ബഹളം, ഭയങ്കര പൊട്ടിത്തെറി ഉണ്ടായി. പൊട്ടിത്തെറിച്ച് ശബ്ദം ഉണ്ടായപ്പോൾ എല്ലാവരും പേടിച്ച് വീട്ടിനകത്ത് കയറി. എല്ലാവരും ഭയപ്പെട്ട് വീട്ടിനകത്ത് കയറിയപ്പോൾ ആ പൊട്ടിത്തെറിച്ചെടുത്ത് ആ ശബ്ദമുണ്ടായിട്ട് ആദ്യം ഓടിയെത്തിയത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാതെ പള്ളിയിൽ ഇമാമാണ്, മുസ്ലിയാരാണ് എന്ന് പറഞ്ഞിട്ട് പള്ളിക്കുള്ളിൽ ഇരിക്കുന്ന ഒരു മുസ്ലിയാര്, ഒരു മൗലവി എന്നർത്ഥത്തിൽ നിങ്ങൾ പ്രവാചകനെ കാണണ്ട. പ്രവാചകനെ മദീനയിൽ ഒരു വലിയ ബഹളം, വലിയൊരു ശബ്ദം കേട്ട് പേടിച്ച് പറിച്ച ആളുകൾ അകത്ത് കയറിയപ്പോൾ ആദ്യം അവിടെ ഓടിയെത്തിയ വ്യക്തി അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂല നാട്ടിൽ ഏത് പ്രകൃതിയുടെ പ്രതിഭാസോ പ്രയാസോ ബുദ്ധിമുട്ടുണ്ടായാലും ആദ്യം എത്തുന്ന വ്യക്തി ഒരു പ്രകൃതി ദുരന്തമുണ്ടായാല്, ഒരു പ്രയാസമുണ്ടായാൽ അവിടെ ആദ്യം എത്തുന്നവൻ താങ്കളാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുന്നുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് വിശുദ്ധ ഖുർആനിൽ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം സൂറത്തുൽ ഖസസിന്റെ ഒരു ഭാഗത്ത് വളരെ മനോഹരമായി അവതരിപ്പിക്കുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതം എന്ന് പറയുന്നത് നമുക്കറിയുന്നത് പോലെ ഫറോവയുടെ കാലഘട്ടത്തിൽ, ഫിർഔൻ നിയന്ത്രിക്കുന്ന കാലഘട്ടത്തിൽ, ഒരു ഫാസിസ കാലഘട്ടത്തിൽ
അവിടെ ഒരു ഫാസിസ്റ്റായ കോപ്റ്റിക്കുകാരൻ, അവിടുത്തെ ഇസ്രയേലി എന്ന് പറയുന്ന ഇന്നത്തെ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട സാധാരണക്കാരനെ തല്ലിക്കൊല്ലുന്ന, അവനെ അടിക്കുന്ന രംഗം കണ്ടപ്പോ എന്നും ഈ ഇസ്രയേലികളെ കോപ്റ്റിക്കാർ ഫിർഔന്റെ അനുയായികൾ പീഡിപ്പിക്കുന്ന അവസ്ഥ സ്ഥിരം ആ നാട്ടിൽ കാണാം. അദ്ദേഹം കണ്ടപ്പോൾ അദ്ദേഹം ഇടപെട്ട് തന്റെ അനുയായി, തന്റെ ജനതയിൽപ്പെട്ട ഒരാളെ, ഒരു ഫാസിസ്റ്റ് ഈ പറയുന്ന സംഘ് അല്ലെങ്കിൽ ഇപ്പൊ ഫിർഔന്റെ അനുയായിക്ക് തല്ലുന്നതും ഉപദ്രവിക്കുന്നതും കണ്ടപ്പോൾ അദ്ദേഹം തടഞ്ഞു എന്ന് മാത്രമേ തല്ലിയവന്റെ കൈപ്പിടി ഒന്നട കൊടുത്തു. ഒന്ന് കൊടുത്തപ്പോൾ തന്നെ അവൻ തീർന്നുപോയി. അത്ര കരുത്തനായ പ്രവാചകൻ എന്നും പഠിക്കണോ. മൂസ നബി ഒരു അടി കൊടുത്തപ്പോൾ ആൾ തീർന്നുപോയി. ഒരു അടി കൊടുക്കുമ്പോൾ തീർന്നു പോകണമെങ്കിൽ എത്ര ശക്തി വേണം? ഒരു പ്രവാചകൻ എന്ന് പറയുമ്പോൾ പോലും എത്ര ശക്തനാണ് എന്ന് മനസ്സിലാക്കണം. എന്തായാലും മൂസ നബി ആ കൊലപാതകം നടത്തുന്നതോടുകൂടി പിന്നെ നാട്ടിൽ നിൽക്കാൻ വയ്യാണ്ടായി. പിന്നെ പിറ്റന്നാളും ഇതേ ഇരയായവൻ ഈ സമുദായത്തെ സംരക്ഷിക്കുമ്പോൾ ഈ സമുദായത്തിന്റെ തോന്നിവാസം ചെയ്ത ആളുകളെ സംരക്ഷിക്കാനും കഴിയില്ല. ഈ മനുഷ്യൻ പിറ്റന്നാളും കലാപം ഉണ്ടാക്കാൻ പ്രശ്നം ഉണ്ടാക്കി. ഇവര് പിറ്റന്നാൾ എവിടെയുണ്ട്? അപ്പൊ മൂസാ നബിക്ക് മനസ്സിലായി ഇവന്റെ സ്ഥിരം പരിപാടി എന്ന് മനസ്സിലായി. അപ്പൊ അവരതിൽ മൂസാ നബി വഴക്കു പറഞ്ഞപ്പോ അവരുടെ വിളിച്ചു പറഞ്ഞു, ഇവൻ എന്നെ തല്ലിയവനാണ്, ഇന്നലെ കൊന്നു ഇവനാണ് എന്ന് മൂസാ നബി സ്വന്തം സമുദായം ഒറ്റുകൊടുക്കുന്ന ഒരുപാട് സമുദായം നമുക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇവർ തീവ്രവാദിയാണ്, ഇവർ ഭീകരവാദി എന്ന് പറയുന്നത് മുസ്ലിം ഒരുപാട് മുസ്ലിം സംഘടന. ഇവർ തീവ്രവാദി ഭീകരവാദി ആരാണ് പറയുന്നത്? ഇവിടെ സംഘപരിവാറിനോട് ആരാ പറയുന്നത്? ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഇവർ തീവ്രവാദികളാണ്, ഇവർ ഭീകരവാദികളാണ്. ആരോടാ പറയുന്നത്? അപ്പൊ ഇങ്ങനത്തെ കുറെ ആളുകൾ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോ ഇന്നലെ അടികൊണ്ടപ്പോൾ സഹായിച്ച മൂസാ നബി പിറ്റന്നാൾ ഇവൻ വീണ്ടും അടിക്കാൻ ചെന്നപ്പോൾ ഇവനൊരു വഴക്കാളിയാണ്, ഇവൻ തല്ലുകൊള്ളി എന്ന് പറഞ്ഞപ്പോൾ മൂസാ നബിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ഇവനാണ് ഇന്നലെ കൊലപാതകം നടത്തിയതെന്ന് പറഞ്ഞു. എന്തായാലും മൂസാ നബിക്ക് സ്വാഭാവിക നാട്ടിൽ നിൽക്കാൻ കഴിയാതെ അദ്ദേഹം ആ നാട് വിട്ടു പോകുന്നുണ്ട്. അദ്ദേഹം പോകുന്ന നാട് മദിയൻ എന്ന് പറയുന്നത്. മദിയൻ എന്ന് പറയുന്നത് മിദിയാൻ എന്ന് പറയുന്നത് ഈജിപ്തിൽ നിന്നും ഈ ഫിർഔന്റെ ഭരണം ഇല്ലാത്ത പ്രദേശം മിദിയൻ. അങ്ങോട്ട് അങ്ങനെ അദ്ദേഹം മദിയൻ പ്രദേശത്തേക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോവുകയാണ്. നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. وجد عليه أمة من الناس يسقون ووجد من دونه امرأتين تذودان قال ما خطبكما قالتا لا نسقي حتى يصدر الرعاء وأبونا شيخ كبير. അങ്ങനെ മൂസാ നബി സ്വന്തം നാട്ടിൽ നിന്ന് നിൽക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ട് മറ്റൊരു നാട്ടിലേക്ക് ചെല്ലുകയാണ്. ഇനി പഠിക്കണം, കേൾക്കണം. ഒരു പ്രവാസിയാണെന്ന് ഓർക്കണം. പ്രവാസിയല്ല അഭയാർത്ഥി എന്ന് പറയാൻ സ്വന്തം നാട്ടിൽ വീട്ടിൽ നിൽക്കാൻ കഴിയാതെ പോകുന്ന അഭയാർത്ഥി. ഇപ്പൊ കണ്ടല്ലോ അഭയാർത്ഥി സമൂഹം ലോകത്തെ മൈഗ്രേറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ സ്പെയിനിൽ നിന്ന് മൊറോക്കോ സ്പെയിനിലേക്കൊക്കെ ആ ഒരു കയറിയ രംഗമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അഭയാർത്ഥി എന്ന് പറയുന്ന പ്രയോഗമുണ്ട്. അത് വല്ലാത്ത പ്രയോഗം കേട്ടോ, അത് വല്ലാത്തൊരവസ്ഥയാണ്. മുസ്ലിം ലോകത്ത് നിന്ന് ഏറ്റവും അഭയാർത്ഥി സമൂഹമുള്ള ഒരു സമൂഹമാണ്. പ്രവാസിയല്ലട്ടോ അഭയാർത്ഥി, രണ്ടാണ്. അങ്ങനെ നാട് വിട്ട് മറ്റൊരു നാട്ടിൽ മദിയനിലെ ജനങ്ങൾ വെള്ളം കുടിക്കുന്ന ഒരു കിണറുണ്ട്. എല്ലാവരും ആ പ്രദേശത്തുള്ള ആളുകൾ വെള്ളം കുടിക്കുന്ന ഒരു സ്ഥലം കിണറാ, ഒരു കുളം മാതിരിയുള്ള കിണർ. ഇന്നും അതൊക്കെ അവിടെ ഉണ്ട് എന്നാ പറയുന്നത്. ഈ ഖുർആന്റെ ചരിത്രഭൂമികൾ സഞ്ചരിക്കാൻ പോകുന്ന ആളുകൾക്ക് മൂസാ നബി വെള്ളം കൊടുത്ത സ്ഥലം എന്നത്തിൽ കിണർ കാണിക്കാറുണ്ട്. എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ പറയുന്നത്, മൂസാ പ്രവാചകൻ ഈജിപ്തിൽ നിന്നും മദിയനിലേക്ക് ചെല്ലുകയും മദീനയിൽ ചെന്നപ്പോൾ ആ മദിയൻ ജനങ്ങൾ വെള്ളം കുടിക്കുന്ന സ്ഥലം മൂസാ നബി കണ്ടു. അവിടെ കുറെ മനുഷ്യരുണ്ട്, അവരെല്ലാവരും വെള്ളം കുടിക്കുകയാണ്, അവരുടെ മൃഗങ്ങൾക്ക് വെള്ളം കുടിപ്പിക്കുകയാണ്. പക്ഷേ ആ സമയത്ത് അത് രണ്ട് പെൺകുട്ടികളെ കണ്ടു, രണ്ട് സ്ത്രീകൾ, ചെറുപ്പക്കാരെ രണ്ട് സ്ത്രീകൾ. ആ സ്ത്രീകൾ വെള്ളം എടുക്കാൻ വരുന്നുണ്ട്, കുടവും കലയുമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഈ അവിടുത്തെ ഇടയന്മാര് ഒരു സംസ്കാരമില്ലാത്ത ജനതയാണ്. ഒരു ജനതയ്ക്ക് സംസ്കാരമില്ലാത്ത ഏറ്റവും വലിയ തെളിവ് സ്ത്രീകളെ പരിഗണിക്കാത്ത സമൂഹം, സ്ത്രീകളെ ആദരിക്കാത്ത സമൂഹം, അവർ സംസ്കാരമില്ലാത്തവരാ. ഇപ്പൊ നമ്മുടെയൊക്കെ നാട്ടിലൊരു ബസ്സൊക്കെ വന്നു കഴിഞ്ഞാല് കേസായിട്ട് അതിലേക്ക് ആദ്യം ആണുങ്ങൾ തള്ളിക്കയറും, പെണ്ണുങ്ങളെ മാറ്റി നിർത്തുന്ന, പെണ്ണുങ്ങളെ പരിഗണിക്കാത്തൊരു സമൂഹം. നിങ്ങൾക്ക് അറബ് രാജ്യങ്ങൾ ചെല്ലാം, ദുബായിലൊക്കെ ചെന്ന് നോക്കിയാൽ, ദുബായിൽ ഖത്തറിലൊക്കെ ഇങ്ങനെ ബസ് വരുമ്പോൾ ബസ്സിലൊക്കെ കയറാൻ നിൽക്കുവാണെങ്കിൽ ആദ്യം സ്ത്രീകൾ കയറാൻ പറയാം, അങ്ങനെ പറയാം, സ്ത്രീകൾ കയറും. നമ്മുടെയൊക്കെ നാട്ടിലെ സ്ത്രീകൾക്ക് സീറ്റ് ഉണ്ട്, റിസർവേഷൻ. അത് കഴിഞ്ഞിട്ട് ആണുങ്ങൾ. ശരിക്കും പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്ത്രീകൾക്ക് നിർബന്ധമായ റിസർവേഷനാ. നമ്മുടെ നാട്ടിൽ ഇന്നത് അത്ര സ്ഥലം പെണ്ണുങ്ങൾക്കുള്ളൂ, ബാക്കിയുള്ള ആണുങ്ങൾക്ക് ഇരിക്കാം എന്നർത്ഥത്തിലാണ് നമ്മുടെ. അങ്ങനെയല്ല ശരിക്ക്. സ്ത്രീകൾക്ക് എവിടെ ഇരിക്കാം, സ്ത്രീകൾക്കാണ് ധാരാളം ഇരിക്കേണ്ടത്. നിർബന്ധമായത് സ്ത്രീകൾക്ക് റിസർവാ, സ്ത്രീകൾക്ക് എവിടെ ഇരിക്കാം, അതാണ് എന്റെ അർത്ഥം. പക്ഷെ പലപ്പോഴും നമ്മുടെയൊക്കെ നാടിന്റെ സംസ്കാരം അത്രേ ഉള്ളൂ. പക്ഷെ ഇവര് സ്ത്രീകൾക്കൊരു സ്വാതന്ത്ര്യമില്ല, അവകാശമില്ല, താലിബാനാണ്,
പർദ്ദയാണ്, അതുപോലെ ചാക്കും കെട്ടാണ്, ശവശരീരമാണ്, മൃതദേഹമാണ്, ചാക്കും ശരീരമാണ്, ചാക്കിൽ കെട്ടി പൊതിഞ്ഞവരാണ്. അങ്ങനെ നമ്മൾ പരിഹസിക്കുന്ന മുസ്ലിം നാടുകൾ ചെന്ന് നോക്കിയോ, സൗദി അറേബ്യ ഉംറയ്ക്ക് പോയി ഹജ്ജിന് പോയവർക്കൊക്കെ അറിയാം. ഹജ്ജിനൊക്കെ പോയിട്ട് വരുന്ന ആളുകൾ മക്കത്തു നിന്നൊക്കെ പള്ളി തിരിച്ച് റൂമിലേക്ക് അസിയയിലേക്ക് പോകുമ്പോൾ ബസ്സിലേക്ക് കയറുമ്പോൾ സ്ത്രീകളുണ്ടെങ്കിൽ ആദ്യം സ്ത്രീകൾക്ക്, പുരുഷന്മാർക്കാർ നിൽക്കാനുള്ള സ്പേസ് ഉള്ളൂ, സ്ത്രീകൾക്കാണ് പരിഗണന. അപ്പൊ സ്ത്രീകളെ പരിഗണിക്കുക എന്നത് ഒരു വ്യക്തി, ശരിക്കും ഒരു കുടുംബനാഥൻ, ഒരു വ്യക്തി എന്ന അർത്ഥത്തിൽ പോലും ഒരാളുടെ പേഴ്സണാലിറ്റിയുടെ മാനദണ്ഡം പോലും ഖിയാറുക്കും ലിഅഹ്ലിഹി, നിങ്ങൾ ഏറ്റവും നല്ലവർ നിങ്ങളുടെ സ്വന്തം ഭാര്യമാരെ ഏറ്റവും നന്നായി പെരുമാറുന്നവരാണ്. അപ്പൊ എന്തായാലും ഈ സ്ത്രീകള് വെള്ളം കുടിക്കാൻ നിന്നപ്പോ ഈ ചെറുപ്പക്കാരെ അവര് വെള്ളം വാരി എടുക്കുന്നു, ഇവരെ പരിഗണിക്കാൻ തയ്യാറല്ല. ആ സന്ദർഭം മൂസാ നബി, അവിടെ മൂസാ നബി അങ്ങോട്ട് കടന്നു ചെല്ലുകയാണ്. ശ്രദ്ധിക്കണം, കടന്നു ചെല്ലുകയാണ്. ഇനീഷ്യേറ്റ് ഞങ്ങൾ ചെന്നിട്ട് മാ ഹത്തബുക്കുമ, എന്താ നിങ്ങളുടെ പ്രശ്നം, എന്താ നിങ്ങളുടെ പ്രശ്നം, മാ ഹത്തബുക്കുമ, എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ച് കടന്നു ചെല്ലുക, ഇറങ്ങി ചെല്ലുക. ഒരു വല്ലാത്ത കാലം. എന്നിട്ട് പറഞ്ഞു ഞങ്ങള് വാപ്പ പ്രായമുള്ളതാണ്, ഞങ്ങളുടെ വീട്ടിൽ ചെറുപ്പക്കാരും വരാനില്ല എന്ന് പറഞ്ഞപ്പോൾ മൂസാ നബി അവരെ കുടം വാങ്ങിയിട്ട് നേരെ കുളത്തിൽ ചെന്നിട്ട്, ആ കുളത്തിനൊരു മൂടിയൊക്കെ ഉണ്ട്, ആ മൂടി മാറ്റി വെള്ളം എടുത്തിട്ട് ആ വെള്ളം അവർക്ക് കൊടുത്തിട്ട് അദ്ദേഹം പിന്നെ പെണ്ണുങ്ങളുടെ അടുത്ത്, ഈ സഹായിക്കുന്നവരെ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കണം. പെണ്ണുങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സഹായിക്കുന്നവരെ സൂക്ഷിക്കണം. സഹായിക്കുന്നവർ പിന്നെ സഹായിച്ചിട്ട് പിന്നാലെ ഫോൺ ചെയ്യാൻ നിൽക്കും, പിന്നെ മിണ്ടാൻ നിൽക്കും, പിന്നെയാണ് പല വിധത്തിൽ ഉപയോഗം ചെയ്യുന്നത്. അതുകൊണ്ട് സ്ത്രീകൾ, അന്യ സ്ത്രീകൾ, നമ്മുടെ സഹോദരിമാരൊക്കെ എപ്പോഴും എവിടെയും സഹായിച്ചവരെ സൂക്ഷിക്കണമെന്നാണ്. മൂസാ നബി സഹായിച്ചു, വെള്ളം കൊടുത്തു അത്ര, വെള്ളം കൊടുത്തിട്ട് അദ്ദേഹം അവരുടെ മുഖത്തേക്ക് പോലും നോക്കാതെ അപ്പുറത്തുള്ള മരത്തിന് തണലിൽ പോയി ഇരുന്നു എന്നുള്ള. ആ സ്ത്രീയെ പിന്നാലെ നോക്കുകയോ അവരെ പിന്നാലെ വർത്താനം പറയുകയോ അങ്ങനെയല്ല, പിന്നെ അവിടെ മാറിയിരിക്കുക. യഥാർത്ഥത്തിൽ അല്ലാഹു ആ സമയത്ത് മൂസാ നബിയുടെ പ്രാർത്ഥന ഉണ്ട്, ഖാല റബ്ബി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൽ ഫഖീർ, പടച്ചോനെ ഞാൻ നാട് വിട്ടു പോന്നവനാ, വീടില്ല, കുടുംബമില്ല, ജോലിയില്ല, ജീവിക്കാൻ മാർഗമില്ല. അല്ലാഹുവേ നീ എനിക്ക് എപ്പോൾ എന്ത് സഹായം ചെയ്തു തന്നാലും പടച്ചോനെ എനിക്ക് ആവശ്യമാണ്, എനിക്ക് നിന്റെ സഹായം വേണം. അഥവാ ഒരു പ്രതിസന്ധിയിൽപ്പെട്ട സ്ത്രീകളെ പോയിട്ട് ഇറങ്ങി തിരിച്ച് അങ്ങോട്ട് കയറി ചെന്ന് സഹായിക്കുന്നത്. ഇപ്പൊ നമ്മുടെയൊക്കെ നാട്ടിൽ ഈ അപകടമൊക്കെ നടക്കുമ്പോൾ ഇപ്പൊ CCTV ക്യാമറയിലൊക്കെ എല്ലാം കാണുന്നുണ്ടല്ലോ. പലപ്പോഴും വണ്ടിക്ക് ഇടിച്ച് കിടക്കുമ്പോൾ ചില ആളുകളുണ്ടാവും, ആ വണ്ടി ഇടിച്ച് കിടക്കുന്ന മുമ്പിൽ കൂടെ വണ്ടി ഓടിച്ചാണ് പോകണ്ടോ. ഇപ്പൊ തന്നെ ഒരു വണ്ടി ഇടിക്കുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആളുകളുണ്ട്. ഇത് വേറെ ചില മനുഷ്യന്മാര് ആ വണ്ടി ഇടിച്ച് കിടക്കണം, ഉടനെ വണ്ടി നിർത്തിയാണ് കയറി ചെല്ലും, ഇറങ്ങിച്ചെല്ലും, എട്ടപ്പെടുന്ന, കയറി ചെല്ലുന്ന, ഇറങ്ങിച്ചെല്ലുന്ന, വീട് വരെ പോയി എടുക്കുന്ന ആ മനസ്സുള്ളവരെ പേരാ മൂസാ നബി എന്ന് പറയുന്നത്. അതാ മുസ്ലിം. ഒരു വാഹന അപകടം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി, അല്ലെങ്കിൽ ഇതുപോലെ പ്രകൃതി ദുരന്തം, ഉടൻ ഓടിയെത്തി ഇടപെട്ട് അവരെ കൈപിടിച്ച് ആശുപത്രി കൊണ്ട് ചികിത്സിച്ച് അങ്ങനെ എന്ത് സംഭവിച്ചാലും ഉടൻ ഇടപെടുന്ന പ്രകൃതം, അതാണ് മൂസാ നബിയുടെ. അതുകൊണ്ട് മൂസാ നബി ചരിത്രത്തിൽ ആരായി? അതുകൊണ്ട് ഉമ്മത്ത് മുസ്ലിമയ്ക്ക് ഈ രൂപത്തിൽ അൽഹംദുലില്ലാഹ് ഈ വിഷയത്തിൽ മുസ്ലിം സമുദായത്തിൽ ചെറുപ്പക്കാര്, വ്യത്യസ്ത സംഘടനകൾ, ഇപ്പൊ തന്നെ ഈരാറ്റ് നമ്മുടെ ഈ കോതമംഗലം ഇവിടെ നടക്കാൻ നമ്മുടെ തണലിന്റെ വാഹനങ്ങൾ പോയി. തണലിന്റെ വാഹനങ്ങൾ എവിടുന്നും അങ്ങനെ പോകുന്നൊരവസ്ഥ. എല്ലാ മഹല്ലുകാരും അങ്ങനെയാകണം, എല്ലാ ചെറുപ്പക്കാരും അങ്ങനെയാകണം, എല്ലാ കൂട്ടായ്മകളും അങ്ങനെയായിരിക്കണം. എവിടെ ഒരു വളണ്ടിയർ സമൂഹം, വളണ്ടിയർ, ഐ എം എ വളണ്ടിയർ, ഐ എം റെഡി, ഞാൻ വരാം, ഞാനുണ്ട്, ഞാൻ വരാം, ഞാനുണ്ട്, ഞാൻ വരാം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലുള്ള ഒരു സന്നദ്ധ സേവനമാണ്. ഒരുപക്ഷെ ഈ ഫാസിസത്തെയും ഈ ഭീകരവാദ തീവ്രവാദ ആരോപണത്തെ അതിജീവിക്കേണ്ട വഴിയെ ഞാനീ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നമ്മുടെ കൂടുതൽ പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾ അല്ലാഹു